നീലേശ്വരം റെയിൽവേ സ്റ്റേഷനായുള്ള പുതിയ കെട്ടിട നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചു. പുതിയ സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്ന് ആധുനിക രീതിയിലുള്ള പ്രവേശന കവാടം, പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് താഴെ പുതിയ പാർക്കിംഗ് സമുച്ചയം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 4 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 19 ആണ്. 6 മാസമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അനുബന്ധ പ്രവൃത്തികൾക്ക് കൂടുതൽ തുക അനുവദിക്കും. 2024-ൽ പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീലേശ്വരം റെയിൽവേ ഡെവലപ്മെന്റ് കളക്ടീവ് ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 6 മാസമായി NRDC മുഖ്യ രക്ഷാധികാരിയും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലുമായ P. മനോജ് കുമാർ നടത്തിയ ഇടപെടലും നിർണായകമായിരുന്നു. തീവണ്ടികളുടെ പോക്കുവരവ് സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ തുടങ്ങും. സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിലും പ്ലാറ്റ്ഫോമുകളിലുമായി CCTV സ്ഥാപിച്ചു കഴിഞ്ഞു. 2024-25 സാമ്പത്തിക വർഷം യാത്രാ ഇനത്തിൽ മാത്രം സ്റ്റേഷന്റെ വരുമാനം 8 കോടി രൂപയാണ്. ശരാശരി 6500 യാത്രക്കാർ പ്രതിദിനം നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുന്നുണ്ട്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ക്രിയാത്മക പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജറെ NRDC യോഗം അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.